ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മൈ സിസ്റ്റർ ഷൂ എന്ന ചാപ്റ്ററിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഒരു ഇറാനിയൻ ഫിലിം റൈറ്റർ അല്ലെങ്കിൽ ഫിലിം മേക്കർ ആയിട്ടുള്ള മാജിദ് മാജിദി എന്നൊരു വ്യക്തിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാമത്തെ സീനിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തത്. നമ്മുടെ അലി ആദ്യമായി കോബ്ലറി ഷോപ്പിൽ പോവുകയും അവിടെ നിന്ന് ചെരുപ്പ് റിപ്പയർ ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബേക്കറിയിലോട്ട് വരികയും അവിടെ നിന്ന് ബേക്ക് ചെയ്ത നാൻ വാങ്ങിയതിന് ശേഷം തൊട്ടടുത്തുള്ള വെജിറ്റബിൾ ഷോപ്പിലോട്ട് എത്തുകയും ഉണ്ടായി. അവിടെ വെച്ച് അലിക്ക് എന്ത് നഷ്ടപ്പെടുകയാണ്? തൻ്റെ സിസ്റ്ററുടെ ഷൂ അവന് നഷ്ടപ്പെടുകയാണ്. ഇതാരാണ് എടുത്തുകൊണ്ട് പോയത്? ഒരു ജംഗ് കളക്ടർ വരികയും വേസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ അലി വെച്ചിരുന്ന കവർ എന്ത് ചെയ്യാണ്? ജംഗ് കളക്ടർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഈ സമയം അലി കടയിൽ നിന്ന് പൊട്ടറ്റോ വാങ്ങി അഥവാ ഉരുളൻകിഴങ്ങ് വാങ്ങിയ ശേഷം എന്ത് ചെയ്യാണ്? പുറത്തേക്ക് ഇറങ്ങി വരികയും അവിടെ മുഴുവൻ സെർച്ച് ചെയ്തു. പക്ഷെ അവൻ എന്ത് കണ്ടെത്താൻ സാധിച്ചില്ല? നമ്മുടെ ഈ പാഴ്സൽ അഥവാ ഈ ബാഗ് കണ്ടെത്താൻ സാധിച്ചില്ല. അവൻ ഒരിക്കൽ കൂടി അവിടെ മുഴുവൻ തിരയുന്ന സമയത്ത് ഈ വെജിറ്റബിൾ ഷോപ്പിലെ എൻട്രൻസിൽ വെച്ചിരുന്ന വെജിറ്റബിൾസ് മുഴുവൻ അവൻ എന്ത് ചെയ്യാണ്? തട്ടിമറിച്ചിടുകയും ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടു കൂടി അക്ബർ, അതായത് ഈ ഷോപ്പ് ഓണർ വരികയും അലിയെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുകയുമാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ബാക്കി എന്തൊക്കെയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 60, സീൻ നമ്പർ 4. ഓക്കെ, ലിസൺ. അലീസ് ഹൗസ്. ഇപ്പോൾ എവിടെയാണ് നമ്മുടെ സീൻ നടക്കുന്നത്? അലിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം അലി എവിടെ എത്തിയിട്ടുണ്ടാവും? അലിയുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലിസൺ. Middle distance shot of Ali and his sister Zahra reading their textbook kneeling on the mattress. ഇപ്പം നമുക്ക് സ്ക്രീനിൽ ആരെ കാണാം? അലിയെയും കാണാം, അലിയുടെ സഹോദരിയായിട്ടുള്ള സഹറയെയും കാണാം. അവരെന്ത് ചെയ്യാണ്? നീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുകുത്തിയിരുന്നു കൊണ്ട് മാട്രസിൻ്റെ മുകളിൽ അഥവാ ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്? എന്തൊക്കെയോ എഴുതുകയോ ടെക്സ്റ്റ് വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യാം? സീനിൽ കാണാം. അതേ സീനിൻ്റെ പിക്ചറാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. എ ബേബീസ് ക്രൈ ഈസ് ഹേർഡ് ഫെയിൻലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. ഇതേ സമയം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കേൾക്കാം? ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം? വ്യക്തമായി കേൾക്കാം. അപ്പോൾ അത് ആരായിരിക്കും? അലിയുടെയും സഹറുടെയും അനിയനും അനിയത്തിയും ആയിരിക്കും. അതിൻ്റെ ഒരു കരച്ചിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കും. ദ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സഹ്റ ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട് ബുക്ക് മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഷീ റൈറ്റ്സ്. ഈ സമയം നമ്മുടെ ക്യാമറ എന്ത് ചെയ്യാണ്? മെല്ലെ ആരുടെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്? സഹ്റയുടെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. സഹ്റ നോട്ട് ബുക്കിൽ എന്തോ ഒരു കാര്യം എഴുതുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്? മംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ എഴുതുന്നത്. എന്താണെന്ന് നോക്കാം. അവൾ എഴുതുന്ന കാര്യമാണ്, നോക്കിക്കോട്ടെ. അലി, ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്. അവൾ എഴുതുന്ന എന്താണ്? അലി, ഷൂസ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് സ്കൂളിലോട്ട് പോവുക? അപ്പോൾ അലി അവിടെ നടന്ന കാര്യമൊക്കെ ആരോട് പറഞ്ഞിട്ടുണ്ടാവും? സഹറയോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സഹറ ഇതിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണെന്ത്? അലി, ഷൂസ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇനി സ്കൂളിൽ പോവുക? ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്. നൗ ബോത്ത് സഹറ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം. ഒരിക്കൽ കൂടി ക്യാമറ പിന്നോട്ട് ചലിച്ചപ്പോൾ ഇപ്പം നമുക്ക് ആരെയും കൂടി കാണാം? അലിയെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആ സീനിൽ കാണാൻ സാധിക്കും. ദെയർ പാരൻസ് കോൺവെർസേഷൻ ഓൺ ദ അതർ എൻഡ് ഓഫ് ദ റൂം ഈസ് ഹേർഡ് ഓൺ ദ സൗണ്ട് ട്രാക്ക്. നേരത്തെ നമ്മളൊരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേട്ടതെങ്കിൽ ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്താ കേൾക്കാൻ സാധിക്കുക? അലിയുടെയും സഹറുടെയും പേരൻസിൻ്റെ ശബ്ദമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? സൗണ്ട് ട്രാക്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യാണ്? എന്തൊക്കെയോ ഒരു കോൺവെർസേഷനിലാണ്, ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക്. ഇൻസ്പയർഡ് വിത്ത് ദ സൗണ്ട് ഓഫ് എ ഹാമർ ബാങ്ങിങ്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്? ഒരു ചുറ്റിക വന്ന് ഇങ്ങനെ വീഴുന്നൊരു ശബ്ദവും എന്ത് ചെയ്യാം? നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. എന്തോ ഒരു ശബ്ദം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ചുറ്റിക കൊണ്ട് ഇങ്ങനെ അടിക്കണം. ഹാമർ എന്ന് പറഞ്ഞാൽ ചുറ്റികയാണ്. അത് വെച്ച് അടിക്കുന്നൊരു ശബ്ദവും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അപ്പം മദർ ഓഫ് സ്ക്രീൻ, അതായത് മദർ ഇപ്പോൾ സ്ക്രീനിലില്ല. സ്ക്രീനിൽ ആരാണ്? അലിയും സഹ്റയാണ്. പക്ഷേ ഇവരുടെ ശബ്ദം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നു. അതാണ് ഓഫ് സ്ക്രീൻ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് അമ്മ പറയുന്നത് നോക്കാം. ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമാറോ, വി ഡോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യണം? അതായത് തൻ്റെ ഹസ്ബൻഡിനോട് പറയണെന്ത്? ഗോ ടു യുവർ കമ്പനി സ്റ്റോർ. നിങ്ങൾ എന്ത് ചെയ്യൂ? നാളെ നിങ്ങളുടെ കമ്പനി സ്റ്റോറിൽ പോകൂ. വി ഡോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. ഫോർമുല എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെയാണ് ഫോർമുല എന്ന് പറയുക. ഓക്കെ,
അപ്പോൾ ആ കുഞ്ഞിനുള്ള ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ നാളെ തന്നെ എന്ത് ചെയ്യൂ, ഷോപ്പിൽ പോയിട്ട് ഇത് വാങ്ങിക്കൊണ്ടുവരൂ എന്ന് ആര് പറയാണ്? നമ്മുടെ അലിയുടെയും സഹ്റയുടെയും ഉമ്മ ഇവരുടെ ഉപ്പേനോട്, അതായത് ഫാദറിനോട് എന്ത് ചെയ്യാണ് പറയാം. നോക്കാം നമുക്ക്. സഹറ പാസസ് ഹർ നോട്ട്ബുക്ക് ടു അലി. ഈ സമയമാണ് സഹ്റ നേരത്തെ നോട്ട് ബുക്കിൽ ഒരു കാര്യം എഴുതിയില്ലേ, ഞാൻ എങ്ങനെയാണ് ഷൂസ് ഇല്ലാതെ സ്കൂളിൽ പോകുക എന്നുള്ളത്. ആ എഴുതിയ നോട്ട് ബുക്ക് ആർക്ക് കൈമാറുകയാണ്? അലിക്ക് കൈമാറി. നമ്മുടെ സഹ്റ ഇത് പറയല്ലേ ചെയ്തത്, എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ആർക്ക്? നമ്മുടെ അലിക്ക്. ഫാദർ ഓഫ് സ്ക്രീൻ. അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് ഫാദറിൻ്റെ ശബ്ദമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. ഈ അലിയുടെ ഉമ്മ ചോദിച്ചതിന് മറുപടി ആയിട്ടുള്ള ശബ്ദം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. എന്താണ്? ഡോണ്ട് വറി. അച്ഛൻ പറയാണ്, ഉമ്മനോട് പറയുന്നത് ഡോണ്ട് വറി, അതായത് പേടിക്കേണ്ട, ഞാൻ പോയിക്കോളാം എന്നുള്ള രീതിയിലാണ് മറുപടി പറയുന്നത്. ഫാദർ ഓഫ് സ്ക്രീൻ. ഒരിക്കൽ കൂടി അച്ഛൻ പറയാം, റഹീം അക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്പർ ഡിസ്ക്, സർജറി മേഡ് ഇറ്റ് വേഴ്സ്. അച്ഛൻ ഒരു കാര്യം കൂടി പറയുന്നത്, റഹീം അക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്പർ ഡിസ്ക്, സർജറി മേഡ് ഇറ്റ് വേഴ്സ്. റഹീം അക്ക എന്ന് പറയുന്ന ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫിന് എന്തുണ്ട്, ഈ ഡിസ്ക് സ്ലിപ്പായിട്ടുണ്ട്, അതായത് നമ്മുടെ ബാക്ക് ബോണിൻ്റെ ഒരു ഡിസ്ക് സ്ലിപ്പായിട്ടുണ്ടായിരുന്നു. സർജറി മേഡ് ഇറ്റ് വേഴ്സ്. അപ്പോൾ അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു, സർജറി ചെയ്തു. പക്ഷേ സർജറി ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു, അവരുടെ അസുഖം, ആ രോഗം എന്ത് ചെയ്തു, കൂടി എന്ന് ആരോട് പറയാണ്? നമ്മുടെ ഫാദർ ആരോട് പറയാണ്? മദറിനോട് പറയണം. അതായത് നമ്മുടെ അലിയുടെയും സഹ്റയുടെയും ഉമ്മയ്ക്കും എന്തുണ്ട്, ഇതേമാതിരി ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പറയുന്നുണ്ടാവും? അലിയുടെ മദർ പറയുന്നുണ്ടാവും എനിക്ക് സർജറി വേണമെന്ന്. അപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്? നമ്മുടെ ഫാദർ പറയണത്, റഹീമക്കയുടെ വൈഫിന് ഇതേമാതിരി ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ സർജറി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ആ അസുഖം കൂടുകയാണ് ചെയ്തത് എന്ന് ആര് പറയാണ്? ഫാദർ മദറിനോട് പറയുകയാണ്. ആൾട്ടർനേറ്റ് ക്ലോസപ്പ് ഓഫ് അലി ആൻഡ് സഹ്റ ലിസണിങ് ടു ദർ പാരൻസ് കോൺവെർസേഷൻ ആൻഡ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. ഈ കോൺവെർസേഷനൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലാണ് കേൾക്കുന്നത്. ഇപ്പോഴും സീനിൽ നമ്മൾ ആരെ കാണുന്നുള്ളൂ? അലിയും സഹ്റേനെയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അവർ എന്ത് ചെയ്യാണ്, കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആര്? നമ്മുടെ അലിയും സഹ്റയും. ഇപ്പോഴും സ്ക്രീനിൽ ആരാണ്? അലിയും സഹ്റയുമാണ്. ഓക്കെ, ഇതുവരെ നമ്മൾക്ക് ഉമ്മയോട് ഇപ്പോഴും ശബ്ദം മാത്രമേ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കുന്നു. കട്ടു, ആ ഭാഗം കഴിഞ്ഞു. അടുത്തത് ഇനി ഇപ്പോൾ പറയുന്നത് ഏത് ഷോട്ടായിരിക്കും? അലിയുടെ ഉമ്മേനെയും ഉപ്പേനെയും കാണിക്കുന്ന ഷോട്ടാണ്. നോക്കാം നമുക്ക്. മിഡിൽ ഇസ് എ ഷോട്ട് ഓഫ് മദർ ലൈങ് ഓൺ എ ബെഡ്. ഈ ഷോട്ടിൽ നമുക്ക് എന്ത് കാണാം? സഹ്റയുടെ അലിയുടെയും ഉമ്മ എന്ത് ചെയ്യാണ്ട് ഒരു ബെഡിൽ കിടക്കുന്ന ഒരു ഷോട്ട്. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ആ പിക്ചർ കറക്റ്റായി കാണാം. ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിം. ഈ ഫ്രെയിമിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആര് കിടക്കുന്നത്? അലിയുടെ ഉമ്മ കിടക്കുന്നത്. ലീനിങ് ബാക്ക് അഗെയിൻസ്റ്റ് ടു പ്രോപ്ഡ് അപ്പ് പില്ലോസ്. ഉമ്മ എങ്ങനെ കിടക്കുന്നത്? രണ്ട് പില്ലോസ്. പില്ലോസ് പറഞ്ഞാൽ തലയിണകൾ എന്ത് ചെയ്യുന്നുണ്ട്, തലയിണ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണ് ആര്? നമ്മുടെ അലിയുടെ ഉമ്മ. അതായത് അവർക്ക് ഓൾറെഡി എന്താണ് ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ബിയോണ്ട് ദ ബെഡ് നിയർ ദ വാൾ. തൊട്ടടുത്തൊരു കസേരയിൽ ആരിയ്ക്കുന്നുണ്ട്? അലിയുടെ ഫാദർ ഇരിക്കുന്നുണ്ട്, ഒരു ചുമരിനടുത്തായിട്ട്. ചോപ്പിംഗ് വുഡ് ആൻഡ് ഫ്ലിൻസ് വിത്ത് എ ഹാമർ ഓൺ എ ബ്ലോക്ക്. എന്ത് ചെയ്യാണ്? ഒരു മരക്കഷ്ണം എന്തോ വെച്ചിട്ട്, മരക്കഷ്ണത്തിൻ്റെ മുകളിൽ എന്തോ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വെട്ടി മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആര്? നമ്മുടെ അലിയുടെ ഫാദർ. അതാണ് നേരത്തെ പറഞ്ഞ ഹാമറിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ബിഹൈൻഡ് ഹിം ആർ ടു ലഡ്ജസ് ഓൺ വിച്ച് ആർ സീൻ സം വെസൽസ് ആൻഡ് ക്ലോസ്. അയാളുടെ തൊട്ട് പിന്നിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റാക്ക് കാണാം. ആ റാക്കിൽ നമുക്ക് എന്ത് കാണാം? വെസൽസ്. വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കാണാം. പിന്നെയോ ക്ലോത്ത്സ്, തുണികൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കറക്റ്റായ പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ക്യാമറയിൽ ആരെ കാണാം? അലിയുടെ ഫാദറിനെയും കാണാം, മദറിനെയും കാണാം. മദർ എന്ത് ചെയ്യാണ്? രണ്ട് പില്ലോസ് തലയണ വെച്ച് ചാരി കിടക്കുന്നു. തൊട്ടടുത്ത് ആരുണ്ട്? ഫാദർ ഇങ്ങനെ ഹാമർ വെച്ച് എന്തോ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഫാദർ പറയാണ്, യു ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. ഫാദർ എന്ത് പറയാണ്? ഇത് വെച്ചുകൊണ്ട് തന്നെ നീ ജീവിക്കാൻ പഠിക്കണം. ഇത് വെച്ചുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്, നേരത്തെ നമ്മൾ ഡിസ്കിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതായത് എൻ്റെ കയ്യിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസയൊന്നുമില്ല, നീ എങ്ങനെയെങ്കിലും ഈ വേദന വെച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ പഠിക്കണം എന്ന് ആര് പറയാണ്? ഫാദർ മദറിനോട് പറയാണ്. അതിനൊരു ഉദാഹരണമായിട്ട് അയാൾ ആരുടെ കാര്യം കൂടി പറഞ്ഞു? റഹീം അക്കയുടെ വൈഫിൻ്റെ കാര്യം പറഞ്ഞു. അവർക്ക് ഇതേമാതിരി പ്രശ്നം ഉണ്ടായിട്ട് സർജറി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ അസുഖം കൂടുകയാണ് ചെയ്തത്. ഓക്കെ, കട്ടു, ആ ഭാഗം കഴിഞ്ഞു. ദെൻ ഇപ്പം നമുക്ക് ഒരിക്കൽ കൂടി സ്ക്രീനിൽ ആരെ കാണാം? അലീനെയും കാണാം, സഹ്റേനെയും കാണാം. ക്ലോസപ്പ് ഓഫ് അലി റീഡിങ് ഫ്രം ദ ബുക്ക് സഹ്റ ആസ് പാസ്ഡ് ഓൺ ഹിം. നേരത്തെ സഹ്റ നോട്ട്ബുക്കിൽ ഒരു കാര്യം എഴുതിയിട്ട് ആർക്ക് കൊടുത്തിരുന്നു? അലിക്ക് കൊടുത്തിരുന്നു. അലി ഇതുവരെ അത് വായിച്ചിട്ടില്ല. അവനത് എന്ത് ചെയ്യണം? എടുത്ത് വായിക്കുകയാണ്. മദർ ഓഫ് സ്കിൻ. ഒരിക്കൽ കൂടി അമ്മയുടെ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇപ്പം നമ്മൾ സ്ക്രീനിൽ ആരാണുള്ളത്? അലിയും സഹ്റയും. എന്താണ് ശബ്ദം?
ഡിസ്കഷൻ നോക്കാം. വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു നത്തിങ് ഓൾ ഡേ. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ദിവസം മുഴുവൻ ഇങ്ങനെ കിടക്കണം, ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കണമെന്ന് ആര് ചോദിക്കുകയാണ്? നമ്മുടെ അലിയുടെ ഉമ്മ ഉപ്പനോട് ചോദിക്കുകയാണ്. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക്. ഈ സമയം അലിയ നേരത്തെ തന്ന നോട്ട് ബുക്ക് ഇല്ലേ, സഹറ തന്ന നോട്ട് ബുക്ക് എടുത്ത് വായിച്ചു. അതിനുള്ള മറുപടി ആര് എഴുതുകയാണ്? അലി എഴുതുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ അലിയും സഹറയും ആണെങ്കിലും ശബ്ദം ആരുടെ കേൾക്കുന്നത്? മദറിൻ്റെയും ഫാദറിൻ്റെയുമാണ്. അപ്പോൾ അലി ഇപ്പം എന്ത് ചെയ്യാണ്? നേരത്തെ വാങ്ങിയ നോട്ട് ബുക്ക് എഴുതിയ കാര്യം വായിച്ചതിന് ശേഷം അതിന് മറുപടി കൊടുക്കുകയാണ്. ആർക്ക്? നമ്മുടെ സഹറയ്ക്ക്. അതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യാൻ കാരണം വെച്ചാൽ, ഈ ഷൂസ് മിസ്സായ കാര്യം ആരും അറിയാൻ പാടില്ല. ഫാദറും അറിയരുത്, മദറും അറിയരുത്. അവരറിഞ്ഞ പ്രശ്നമെന്ന് ആർക്കറിയാം? രണ്ട് കൂട്ടർക്കും അറിയാം. അതുകൊണ്ട് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷന് പകരമായിട്ട് അവരെന്ത് ചെയ്യാണ്? എഴുതിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് എന്ത് ചെയ്യാണ്? കൈമാറുക. ഓക്കെ. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക്. ഓക്കെ, അലി ഇപ്പോൾ എഴുതി മറുപടി എഴുതാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി ആരുടെ ശബ്ദം കേൾക്കാം? ഫാദർ, ഉപ്പയുടെ ശബ്ദം കേൾക്കാം. ഓഫ് സ്ക്രീനാണ്, അതായത് സ്ക്രീനിലില്ല. വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. അപ്പോൾ നേരത്തെ ഉമ്മ ചോദിച്ചു, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ദിവസം മുഴുവൻ ഇങ്ങനെ വെറുതെ ഇരിക്കണോ? അപ്പം ഫാദർ പറയുന്നത്, യെസ് ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ ദ വർക്ക്. ഡോക്ടർ എന്ത് പറഞ്ഞിരിക്കുന്നു? നിന്നോട് ജോലിയൊന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആര് പറയാണ്? നമ്മുടെ അലിയുടെ ഫാദർ മദറിനോട് പറയാണ്, നീ ഇങ്ങനെ തന്നെ കിടന്നോളൂ എന്ന് പറയാണ്. അലി റൈറ്റ്സ്. അപ്പോൾ അലി നേരത്തെ കിട്ടിയ ലെറ്ററിന് മറുപടി ചെയ്താണ്. യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്. എനിക്ക് എന്ത് ചെയ്യാം? സ്കൂളിലോട്ട് സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം? ചെരുപ്പ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം? പോകാം. മംബ്ലിങ് ദ വേർഡ്സ് ആസ് ഹി റൈറ്റ്സ്. അവനും എഴുതുന്ന കാര്യം എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പാസസ് ദ നോട്ട് ബുക്ക് ടു സഹറ. ഇത്രയും എഴുതിയിട്ട് ആ നോട്ട് ബുക്ക് ആർക്ക് കൈമാറി? സഹറയ്ക്ക് കൈമാറി. ക്ലോസപ്പ് ഓഫ് ദ നോട്ട് ബുക്ക്. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ബുക്കിൻ്റെ ഒരു ക്ലോസപ്പ് കാണാം. മദർ ഓഫ് സ്ക്രീൻ. ഒരിക്കൽ കൂടി അമ്മയുടെ ശബ്ദം. കോക്കാബ് കനോം സിസ്റ്റർ ഹാഡ് സർജറി ആൻഡ് ഷീസ് ഫൈൻ. നേരത്തെ നമ്മൾ റഹീമക്കയുടെ കാര്യം ആര് പറഞ്ഞു? ഫാദർ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനെതിരായിട്ട് മദർ ഒരു കാര്യം പറയാം. എന്താണ്? കോക്കാബ് കനോം സിസ്റ്റർ ഹാഡ് സർജറി. കോക്കാബ് കനോം എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, അവളുടെ സിസ്റ്റർക്ക് എന്ത് ചെയ്തിരുന്നു? ഇതേമാതിരി ഡിസ്കിൻ്റെ സർജറി ചെയ്തിരുന്നു. ആൻഡ് ഷീസ് ഫൈൻ. അവളിപ്പോൾ സുഖമായിട്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അതായത് നേരത്തെ തൻ്റെ ഭർത്താവ് പറഞ്ഞതിനൊരു എതിരായിട്ടൊരു കാര്യം ആര് പറയാണ്? വൈഫ് പറയാണ്. നേരത്തെ റഹീമക്കയുടെ കാര്യമാണ് ആര് പറഞ്ഞത്? അലിയുടെ ഫാദർ പറഞ്ഞതെങ്കിൽ മദർ ആരുടെ കാര്യം പറയാണ്? കോക്കാബ് കനോംസിൻ്റെ സിസ്റ്ററുടെ കാര്യം പറയാണ്. അവർക്ക് സർജറി ചെയ്തു, ഇപ്പോൾ അവർ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാം. കട്ട് ക്ലോസപ്പ് ഓഫ് സഹറ ടേക്കിംഗ് ദ നോട്ട് ബുക്ക് ആൻഡ് റീഡിങ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇറ്റ്. ഇപ്പം നമുക്ക് സ്ക്രീനിൽ എന്ത് കാണാം? ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഫാദറിൻ്റെയും മദറിൻ്റെയും ശബ്ദമൊക്കെ കേൾക്കുന്നേ ഉള്ളൂ, നമ്മളവരെ കാണുന്നേ ഇല്ല. സ്ക്രീനിൽ ഫുൾ ടൈം ആരാണ്? അലിയും സഹറയും. അപ്പോൾ അലി നേരത്തെ എഴുതി കൊടുത്ത സംഭവം ആര് വായിക്കുകയാണ്? സഹറ വായിക്കുകയാണ്. ഓക്കെ. ഫാദർ ഒരിക്കൽ കൂടി ഫാദറിൻ്റെ ശബ്ദം ഓഫ് സ്ക്രീൻ. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. നീ എന്തിനെ പറ്റി ചിന്തിക്കേണ്ട? സർജറിയെ പറ്റി ചിന്തിക്കാനേ നിൽക്കേണ്ട. നേരത്തെ കാരണം എന്താ വെച്ചാൽ മുന്നേ തന്നെ നമുക്കൊരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഏകദേശം മനസ്സിലായി. അത്ര റിച്ചൊന്നും അല്ല ഇവർ, കടയിൽ പൈസ കൊടുക്കാൻ പോലും ഇല്ല. അപ്പോൾ ഫാദർ പറയുകയാണ് എന്ത്? നീ സർജറിയെ പറ്റിയൊന്നും ചിന്തിക്കാനേ നിൽക്കണ്ട. ആൾട്ടർനേറ്റ് ക്ലോസപ്പ് ഓഫ് സഹറ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. ഈ സമയം അലിയും സഹറയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. കാരണം എന്താണ്? ഈ പറയുന്ന സമയത്ത് ഈ ഷൂസ് പോയ കാര്യം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഇവരെ അടിക്കുന്നുള്ള കാര്യം അവർക്ക് ഷുവറാണ്. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ എഴുതി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഫാദർ ഓഫ് സ്ക്രീൻ. ഒരിക്കൽ കൂടി അച്ഛൻ്റെ ശബ്ദം. ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. നീ ആരാവരുത്? ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾ എന്ന് പറഞ്ഞാൽ നീ വികലാംഗയാവരുത്. അതായത് ഫാദർ പറയുന്നത് നീ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നീ ഒരു വികലാംഗയായി പോകുന്ന ആര് പറയാണ്? ഫാദർ മദറിനോട് പറയാണ്. എനിക്കത് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ സർജറിക്ക് സമ്മതിക്കാത്തത് എന്നാണ് ഫാദർ മദറിനോട് പറയുന്നത്. കട്ട് ടു ക്ലോസപ്പ് ഓഫ് സഹറ റൈറ്റിംഗ് ഇൻ ഹിസ് നോട്ട് ബുക്ക്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? സഹറേനെ കാണാം ഒരിക്കൽ കൂടി. സഹറ നേരത്തെ മറുപടി എഴുതണം. നേരത്തെ അലി പറഞ്ഞു നീ സ്ലിപ്പേഴ്സ് ഇട്ട് പോയിക്കോളൂ എന്ന് എഴുതി കൊടുത്തു അല്ലേ. അപ്പം അതിന് മറുപടിയായിട്ട് സഹറ നോട്ട് ബുക്കിൽ വേറൊരു കാര്യം എഴുതണം. എന്താ നോക്കാം നമുക്ക്. മംബ്ലിങ് ആസ് ഷീ റൈറ്റ്സ്. എഴുതുമ്പോൾ അവൾ പറയുന്നുണ്ട്. എന്താ കാര്യം നോക്കി. അലി യു ഹാവ് സം നെർവ്. നെർവ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്ന് ഉദ്ദേശിക്കുന്നു, കറേജ്. നീ ഭയങ്കര ധൈര്യശാലിയാണ്. യു ലോസ്റ്റ് മൈ ഷൂസ്. നീ എൻ്റെ ഷൂസ് കൊണ്ടുപോയി കളഞ്ഞു. ഐ വിൽ ടെൽ ഡാഡ്. ഞാനിത് ആരോട് പറയും? അച്ഛനോട് പോയിട്ട് പറയും. ക്വിക്ക് ക്ലോസപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സഹറ. ഈ എഴുതുന്ന സമയം അലി ആരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്? സഹറയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീ പാസ് ദ നോട്ട് ബുക്ക് ടു അലി. അതിനുശേഷം അവൾ എന്ത് ചെയ്യണം? ആ നോട്ട് ബുക്ക് അലിക്ക് പാസ് ചെയ്തു. ക്ലോസപ്പ് ഓഫ് ദ നോട്ട് ബുക്ക്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ നോട്ട് ബുക്കിൻ്റെ ക്ലോസപ്പ് കാണാം.
The conversation of their parents continues on the soundtrack, now less audible, inspired by the beat of the hammer on the block. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫാദറും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഹാമർ കൊണ്ടുള്ള ശബ്ദവും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. അതും ഇങ്ങനെ മെല്ലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടേയിരിക്കാം. ക്ലോസപ്പ് ഓഫ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. ഈ സമയം സഹറ എഴുതിയ തന്ന നോട്ട്ബുക്ക് വാങ്ങിയ ശേഷം അലി വായിച്ചു. അലി അതിനുള്ള മറുപടി എഴുതാണ്. 2 close-ups of father working on the other end of the room, looking at the camera, inspired with the close-up of Ali and Zahra and a middle range shot showing them. ഇപ്പോൾ നമുക്ക് സ്ക്രീനിനെ 2 ഭാഗമാക്കി മാറ്റിയിരിക്കാം. ഒരു സൈഡിൽ ആരുണ്ട്, ഫാദറിനെയും കാണാം, തൊട്ടുപുറത്തോ അലിയും സഹറയും ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഒരു സ്ക്രീനിൻ്റെ 2 ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അലി റൈറ്റ്സ് ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ടു സഹറ. അലി എന്തോ ഒരു കാര്യം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് സഹറയ്ക്ക് എന്ത് ചെയ്തു, പാസ് ചെയ്തു. ഇവർ ഈ മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തില്ല, അവരെന്ത് ചെയ്യണം, എഴുതിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇതിൻ്റെ കാരണം എന്താണ്, ഈ ഷൂസ് പോയ കാര്യം ആരറിയരുത്, ഉപ്പയും ഉമ്മയും അറിയരുത് എന്ന് ഇവർക്ക് നല്ല ഒരു ഉറച്ച തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. സഹറ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ നോട്ട്ബുക്ക് ഇൻ എ വിസ്പർ. അപ്പോൾ മെല്ലെ ആര് വായിക്കുകയാണ്, സഹറ അലി എഴുതിയ കാര്യം വായിക്കുകയാണ്. സഹറ, ഇഫ് യു ടെൽ ഡാഡ് ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us. സഹറ, നീ ഈ ഷൂസ് മിസ്സായ കാര്യം ഫാദറിനെ അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ എന്ത് ചെയ്യും, ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us, നമ്മളെ രണ്ടാളെ എന്ത് ചെയ്യും, അടിക്കും. ബിക്കോസ് ഹി ഡസൻ ഹാവ് മണി ടു ബൈ യു എ പെയർ ഓഫ് ഷൂസ്. കാരണം എന്താണ്, ഉപ്പയ്ക്ക് നിനക്ക് പുതിയൊരു ഷൂസ് വാങ്ങി തരാൻ എന്തില്ല, പൈസ ഉപ്പയുടെ കയ്യിലില്ല എന്ന് പറയാണ് ആര്, നമ്മുടെ അലി സഹറയ്ക്ക് നോട്ട് ബുക്കിൽ എഴുതി കൊടുത്തു. ഇത് സഹറ വായിക്കുകയാണ്. സഹറ റൈറ്റ്സ്. അപ്പോൾ സഹറ തിരിച്ച് മറുപടി എഴുതാണ്. ദെൻ വാട്ട് ഷുഡ് ഐ ഡു, പിന്നെ ഞാൻ എന്താണ് ചെയ്യുക. ഇൻ ദ നോട്ട് ബുക്ക് ആൻഡ് പാസസ് ടു അലി. എന്നിട്ട് അലിക്ക് നോട്ട് ബുക്ക് കൊടുത്തു, പിന്നെ ഞാൻ എന്താണ് ചെയ്യുക എന്ന് എഴുതിയിട്ട്. അപ്പോൾ അലി തിരിച്ചു എഴുതാണ് എന്ത്, യു ക്യാൻ വെയർ മൈ സ്നീക്കേഴ്സ്. നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റെ ഷൂസ് ധരിച്ചോളൂ. ആൻഡ് പാസസ് നോട്ട് ബുക്ക് ബാക്ക്. എന്നിട്ട് നോട്ട് ബുക്ക് തിരിച്ച് ആർക്ക് കൊടുത്തു, സഹറയ്ക്ക് തന്നെ കൊടുത്തു. സഹറ റൈറ്റ്സ്. സഹറ തിരിച്ചു എഴുതാണ്. ഇതൊക്കെ കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, എഴുതിയിട്ടുള്ള റിട്ടേൺ കോൺവെർസേഷനാണേ. ഐ വിൽ വെയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. ശരി, നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാം, നിൻ്റെ ഷൂസ് ഞാൻ ധരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സഹർ എന്ത് ചെയ്യാണ്, അലിക്ക് മറുപടി എഴുതി. ഡ്യൂറിങ് ദ പാസിംഗ് ഓഫ് ദ നോട്ട് ബുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത്, ഓൺലി ദ നോട്ട് ബുക്ക് ഇൻ ക്ലോസപ്പ് ആൻഡ് ഹാൻഡ്സ് ആർ വിസിബിൾ ഇൻ ദ ഫ്രെയിം. ഇപ്പോൾ ഫ്രെയിമിൽ നമുക്ക് എന്തേ കാണാൻ സാധിക്കുന്നുള്ളൂ, ഈ നോട്ട് ബുക്കിൻ്റെ ക്ലോസപ്പും പിന്നെ നോട്ട് ബുക്ക് കൈമാറുന്ന, അതായത് കൊടുക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുടെയും കൈയിൻ്റെ ക്ലോസപ്പ് ഷോട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ക്ലോസപ്പ് ഓഫ് സഹറ റൈറ്റിംഗ്. ഒരിക്കൽ കൂടി സഹറ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദ സ്റ്റബ് ഓഫ് അവർ പെൻസിൽ ബ്രേക്സ്. എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെൻസിലിൻ്റെ സ്റ്റബ് എന്ന് പറഞ്ഞാൽ എന്താ, മുന ഒടിഞ്ഞു പോയി. ഓക്കെ. അലി പുട്സ് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട് ബുക്ക് ഫോർ ട്രൈ. ഈ സമയം അലി എന്ത് ചെയ്യാണ്, സഹറയ്ക്ക് എഴുതാൻ വേണ്ടി തൻ്റെ പെൻസിൽ ആ നോട്ട് ബുക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. സഹറ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ. പക്ഷേ സഹറ എന്ത് ചെയ്തില്ല, പെൻസിൽ എടുത്തില്ല. ക്ലോസപ്പ് ഓഫ് ദ പെൻസിൽ ലൈങ് ഓൺ ദ നോട്ട് ബുക്ക്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ എന്ത് കാണാം, ആ പെൻസിൽ ആ നോട്ട് ബുക്കിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ക്ലോസപ്പ് ഷോട്ടും കാണാം. ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ അവസാന ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, അവർ ഈ നോട്ട് ബുക്കിൽ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഇറാനിയൻ ഫിലിം മേക്കർ അല്ലെങ്കിൽ ഫിലിം റൈറ്റർ ആയിട്ടുള്ള മാജിദ് എന്ന റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നൊരു മൂവിയിൽ നിന്ന് എടുത്ത ചെറിയൊരു ഭാഗമാണ് നമ്മൾ, അതിൻ്റെ സ്ക്രിപ്റ്റഡ് വേർഷനാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത്. ഇതിൽ പ്രധാനമായിട്ടും 2 ക്യാരക്ടേഴ്സാണ് ആരൊക്കെ, അലിയും സഹ്റയും. അവരാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹറുടെ ഷൂ നേരെയാക്കാൻ വേണ്ടി അലി എന്ത് ചെയ്യാണ്, കോബ്ലറുടെ ഷോപ്പിൽ പോയി കോബ്ലറുടെ അടുത്ത് കൊണ്ടുപോയി നേരാക്കി തിരിച്ചു വരുന്ന വഴി അവൻ എന്ത് ചെയ്യാണ്, തൊട്ടടുത്തുള്ള ബേക്കറിയിൽ കയറി. ബേക്കറിയിൽ അവൻ എന്ത് ചെയ്യാണ്, അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാൻ മുഴുവൻ ഉള്ളതൊക്കെ നാൻ കളക്ട് ചെയ്ത് എന്ത് ചെയ്യാണ്, തിരിച്ചു വരുന്ന വഴി തൊട്ടടുത്തുള്ള ഒരു വെജിറ്റബിൾ ഷോപ്പിൽ കയറി. വെജിറ്റബിൾ ഷോപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവന് തൻ്റെ സിസ്റ്റർ ഷൂ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. ഇതാരാണ് എടുത്തത്, ജൻ കളക്ടർ വേസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഷൂസ് എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടുന്ന് അവൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ കടയിലെ വെജിറ്റബിൾസ് മുഴുവൻ എന്ത് ചെയ്യാണ്, താഴത്തേക്ക് മറിഞ്ഞു വീണു. ഷോപ്പ് കീപ്പറായ അക്ബർ അവനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അലി നേരെ തിരിച്ച് വീട്ടിലെത്തി. ഈ കാര്യം ആരോട് പറഞ്ഞിട്ടുണ്ടാവും, സഹറയോട് പറഞ്ഞു.
പിന്നെ അവർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഫാദറും മദറും അറിയാതിരിക്കാൻ അവരെന്ത് ചെയ്യാണ്, ഒരു നോട്ട് ബുക്കിലൂടെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താണ്. ലാസ്റ്റ് സീൻ നമുക്ക് ആരെയും കൂടി കാണാം, ഫാദറിനെയും മദറിനെയും കൂടി കാണാം. ആരുടെ? അലിയുടെ. അവർ തമ്മിലൊരു കോൺവെർസേഷൻ പറയുന്നു. ഇതൊരു സ്ക്രിപ്റ്റഡ് വേർഷനാണ്. നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.